പേര് സിനി. ഞാൻ കാഞ്ഞിരപ്പള്ളി രൂപത കുഴുത്തുളു സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ച് ഇടവാംഗമാണ്. ഞാൻ ആദ്യമായി കൃപാസനത്തെപ്പറ്റി അറിയുന്നത് കൃപാസന പത്രം 2017-18 കാലഘട്ടങ്ങളിൽ എനിക്ക് കിട്ടിയപ്പോഴാണ്. പള്ളിയിൽ ചെല്ലുമ്പോൾ തരുന്ന വ്യക്തികളിൽ നിന്നാണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞത്. അതിനുശേഷം ഉടമ്പടിയെക്കുറിച്ചോ ഉടമ്പടി ജീവിതത്തെക്കുറിച്ചോ ഒന്നും എനിക്കങ്ങനെ കാര്യമായി ബോധ്യങ്ങളൊന്നുമില്ലായിരുന്നു. അതിനുശേഷം 2023 എൻ്റെ സഹോദരി എന്നോട് പറഞ്ഞു, നമുക്ക് ഡിസംബർ മാസത്തെ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു. നമുക്ക് മെറിറ്റുള്ളപ്പം നമുക്ക് ദൈവത്തെ അന്വേഷിക്കുക അല്ലെ ഉടമ്പടി എടുക്കുക, അതിൻ്റെ ഒരു ബോധ്യം എനിക്കന്ന് തോന്നിയില്ല. കാരണം നമ്മുടെ മെറിറ്റാലെല്ലാം നടക്കും എന്നുള്ളൊരു ബോധ്യമായിരുന്നു അന്ന് എനിക്കുണ്ടായിരുന്നത്. അപ്പം നമ്മുടെ മെറിറ്റ് നഷ്ടപ്പെടുന്ന ആ സമയം തോന്നിയപ്പം നമുക്ക് രക്ഷിക്കാൻ ദൈവത്തിൻ്റെ കരങ്ങൾ മാത്രമേ ഉള്ളൂ, ഇനി സഹായിക്കാൻ ആരുമില്ല എന്നുള്ളൊരവസ്ഥയിലാണ് ഞാനിവിടെ വന്ന് 2023 ഡിസംബറിൽ ഉടമ്പടി എടുത്തത്. ഞാൻ ഉടമ്പടി എടുക്കാനായിട്ട് വരാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ മോനെ കാനഡയിൽ എബ്രോഡ് പോയപ്പം അവിടെ ചെന്ന് എനിക്ക് മോനെ ജോലി നഷ്ടപ്പെട്ടതിൻ്റെ ബുദ്ധിമുട്ടുകളിലൂടെയാണ് ഞാൻ ഉടമ്പടി എടുത്തത്. അതിപ്പോൾ മോൻ കൂടുതലില്ലാത്തതുകൊണ്ട് എനിക്ക് സാക്ഷ്യം പറയാനായിട്ട് സാധിക്കത്തില്ല. ഞാൻ മോനെ കൊണ്ട് വന്ന് സാക്ഷ്യപ്പെടുത്തുന്നതാണ്. എനിക്ക് ഉടമ്പടിയിലൂടെ എനിക്ക് ഉണ്ടായ 2 പ്രാവശ്യം ഞാൻ ഉടമ്പടിയിൽ സാക്ഷ്യം പറയാനായിട്ട് ഇവിടെ വന്നതാണ്. അപ്പോൾ കൂട്ടത്തിൽ ആളില്ലാത്തതോടെ എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റിയില്ല. രണ്ടാമത് ഞാൻ വളരെയേറെ വിഷമത്തോടെ ഇവിടുന്ന് ഞാൻ പോയി. എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു വിഷമം എപ്പോഴും എൻ്റെ മനസ്സിൽ കിടന്നു. എഴുതി കൊടുത്തിട്ട് പോയി. വീണ്ടും ഞാനിവിടെ ഒരു സ്വപ്നം കാണുകയാണ്. ഞാനിവിടെ നിന്ന് സാക്ഷ്യം പറയുന്നത് ഞാൻ തന്നെ താഴെ നിന്ന് കാണുന്നതായിട്ട്. അതിനുശേഷം വീണ്ടും ഞാൻ ഒരു സിസ്റ്ററിനെ സ്വപ്നം കണ്ടു. അപ്പോൾ സിസ്റ്റർ എന്നോട് ചോദിച്ചു, സാക്ഷി എഴുതി കൊടുത്തപ്പം പറയുന്നില്ലേന്ന്. ഞാൻ പറഞ്ഞു, സിസ്റ്ററെ കൂട്ടത്തിൽ ആളില്ല, അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ കിട്ടിയ നിയോഗങ്ങൾ പറയാൻ മേലെ എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, സിസ്റ്ററെ എന്നാൽ ഞാൻ ഇന്ന് പറയട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇന്ന് പറയണ്ട, ചൊവ്വാഴ്ച പറഞ്ഞാൽ മതി. ചൊവ്വാഴ്ചയാകുമ്പോൾ ആൾത്താരെ കയറുമെന്ന് പറയാം. അന്ന് ആരാധന നടക്കുന്ന ദിവസമാണ്, അപ്പോൾ ആളെവിടെയുള്ള ദിവസമാണ്, അന്ന് പറഞ്ഞാൽ മതി. ഇന്ന് അമ്മ ഇവിടെ നിന്നേ പറയാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അതെൻ്റെ ജീവിതത്തിലെ വലിയൊരു മിറക്കിളാണ്. ഇന്നിപ്പം എനിക്ക് ചൊവ്വാഴ്ച തന്നെ സാക്ഷ്യം പറയാൻ പറ്റി എന്നുള്ളത്. ഞാൻ എല്ലാ മാസവും എല്ലാ പ്രാവശ്യവും ഇവിടെ ഒന്ന് പോകുമ്പോൾ ഞാൻ വളരെയേറെ സങ്കടത്തോടെ സാക്ഷ്യം പറയാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു വിഷമത്തോടെ പോയി. കഴിഞ്ഞ പ്രാവശ്യം 7ാമത്തെ പുതുക്കലിൽ ഞാൻ വന്നപ്പോൾ നിയോഗം വെച്ചു, അമ്മ 8ാമത്തെ പുതുക്കലിൽ എനിക്ക് സാക്ഷ്യം പറയാൻ സാധിക്കണമെന്നുള്ളത്. അത് അമ്മ ഇന്ന് എനിക്ക് ഈശോയിലൂടെ സാധിച്ചു തന്നു. അതാണ് എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം. ഇനി എൻ്റെ ഉടമ്പടി ജീവിതത്തിലേക്ക് ഞാൻ വരാനുണ്ടായ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, സാക്ഷ്യം പറയാൻ എന്നെ കൂടുതലായിട്ട് തോന്നിപ്പിച്ചത് മാർച്ച് 4 ഒരു സാക്ഷ്യം എല്ലാവരും കേട്ട് കാണും. ഒരു മകൾ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞു. ആ മകളുടെ പിന്നെ അഡിനോയിഡിൻ്റെ അസുഖം ഉണ്ടായി കഴിഞ്ഞപ്പം ആ മകൾക്കൊരു വചനം കിട്ടി. വിളക്ക് കൊളുത്തി, ലൂക്ക 8:16 വിളക്ക് കൊളുത്തി ആരും പറയുടെ കീഴിൽ മേളിൽ വെക്കാറില്ല, മറിച്ച് അത് പീഠത്തിന്മേലാണ് വെക്കുന്നത്, എല്ലാവർക്കും പ്രകാശം ലഭിക്കാറില്ല. ഞാനും അന്ന് പ്രാർത്ഥിച്ചു, ഈശോയെ ഞാൻ സാക്ഷ്യം പറയണേൽ നീ എനിക്കൊരു വചനം തരണം, ആ വചനത്തിലൂടെ ഞാൻ സാക്ഷ്യം പറയുള്ളൂ, എന്നെ നീ അത് വെളിപ്പെടുത്തി തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ പിറ്റേ ദിവസം മാർച്ച് 5-ാം തീയതി ഞാൻ വചനം എടുത്ത് വായിച്ചപ്പോൾ എനിക്കും കിട്ടിയത് ഈ വചനമാണ്. ആ വചനത്തിലൂടെ എനിക്ക് ബോധ്യമായി എനിക്കും സാക്ഷ്യം പറയാൻ ഈശോ എന്നെ അനുവദിക്കും എന്നുള്ളത്. അങ്ങനെ എനിക്കിന്ന് എൻ്റെ സാക്ഷി ഇവിടെ തുടങ്ങാൻ സാധിച്ചു. എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ഞാൻ ആദ്യം പറയുന്നത് എനിക്ക് ഉടമ്പടി വസ്തുക്കളിലൂടെ കിട്ടിയ ഒരനുഭവമാണ്. 2020 എൻ്റെ ഹസ്ബൻഡ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തെങ്കിലും അത് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. ഞാനത് ഇടയ്ക്കൊക്കെ പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോയി. അപ്പോൾ ഉടമ്പടി തൈലം ഉപയോഗിച്ചാൽ എനിക്കൊരു 15 വർഷത്തോളമായിട്ട് എനിക്ക് ഉപ്പൂറ്റിയുടെ പുകച്ചിലുണ്ടായിരുന്നു. എനിക്ക് 1 മിനിറ്റ് പോലും ഒരിടത്തൊന്നും നിൽക്കാൻ സാധിക്കത്തില്ല. അപ്പോഴത്തേനും ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കാല് പറിച്ച് ചവിട്ടും, കിടക്കത്തില്ല, എനിക്ക് കാല് നീട്ടിയിരിക്കത്തില്ല. എൻ്റെ എനിക്ക് ഒരു തരത്തിൽ ഉപ്പൂറ്റി ടച്ച് ചെയ്യാൻ നമുക്കറിയാമല്ലോ, നമുക്കൊരു സ്ഥലങ്ങളിൽ നിൽക്കാനോ ഇരിക്കാനോ പറ്റത്തില്ല. അത്രയേറെ ഞാൻ കഷ്ടപ്പെടുമായിരുന്നു. എനിക്ക് ഉറക്കമില്ല, ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ ഉടമ്പടി തൈലം എടുത്ത് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ മാതാവിനോട് പറഞ്ഞു, എൻ്റെ മാതാവേ എൻ്റെ ഈ ഉപ്പൂറ്റിയുടെ പുകച്ചിൽ എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റിത്തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു കിടന്നു. എനിക്ക് 2 ദിവസത്തിന് ശേഷമാണ് ഞാൻ ഓർക്കുന്നത് ഇതെന്ത് സംഭവിച്ചു. ഒരു മിറക്കിൾ പോലെ എനിക്ക് നല്ല ഉറക്കമുണ്ട്, എൻ്റെ പുകച്ചിൽ മാറി. അങ്ങനെ ഇപ്പോൾ എനിക്ക് 5 വർഷമായി. പിന്നീട് ആ ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല. കാരണം ഡോക്ടേഴ്സ് പോലും പറഞ്ഞു, ചേച്ചി ഇത് ഒരു പ്രായം വരെ ഉണ്ടാവും, ഇത് എത്ര മരുന്ന് കഴിച്ചാലും റിപ്പീറ്റ് വരും, അല്ലെ ഉള്ളംകാലിനകത്ത് ഒരു ഇഞ്ചക്ഷൻ എടുക്കാം, എന്നാലും പിന്നീടും വരും എന്ന് പറഞ്ഞു. ഞാൻ അതിനൊന്നും പിന്നെ പോയിട്ടില്ല. അത് മാതാവ് എനിക്ക് ഈശോയിലൂടെ മേടിച്ചു തന്ന വലിയൊരു അനുഗ്രഹമാണ്. 2ാമത്തെ എൻ്റെ ഉടമ്പടി തൈലം വഴി എനിക്ക് കിട്ടിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ, എൻ്റെ ഡിസ്കിന് പ്രശ്നം ഉണ്ടായിരുന്നു ലെഫ്റ്റ് സൈഡിൽ. എന്നും എനിക്ക് നടുവെട്ടലും വേദനയുമായിട്ട് 10 വർഷത്തോളമായിട്ട് ഞാൻ ഒരുപാട് ട്രീറ്റ്മെൻറ്റുകൾ ചെയ്താണ്. MRI എടുക്കാൻ പറഞ്ഞെങ്കിലും ഞാൻ എടുത്തില്ല. എക്സ്റേയും എല്ലാം ചെയ്ത് ഇഞ്ചക്ഷനും മരുന്നുമായിട്ട് കടന്നുപോയി. അപ്പോൾ ഒരു സാക്ഷ്യത്തിലൂടെയാണ് അതെനിക്കത് ബോധ്യം വന്നത്. 32 വർഷമായിട്ട് നടുവിന് വേദനയുള്ള ഒരു ചേട്ടൻ പറഞ്ഞു, ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി തൈലം ഉപയോഗിച്ചപ്പം ചേട്ടൻ്റെ നടുവേദന മാറിയെന്ന്. അങ്ങനെയാണ് ഞാൻ ഓർത്ത്, അമ്മ മാതാവേ എനിക്കും നടുവേദന
നടുവേദനയുണ്ടല്ലോ, എൻ്റെ നടുവിനും തൈലം പറ്റി പ്രാർത്ഥിക്കാമെന്ന് ഓർത്ത് 2 നേരവും ഞാൻ രാവിലത്തെയും വൈകിട്ടത്തെയും പ്രയറിൽ തൈലം പറ്റി പ്രാർത്ഥിച്ച് എൻ്റെ നടുവേദന പരിപൂർണ്ണമായിട്ട് മാറി. എനിക്ക് 1 മിനിറ്റ് പോലും കുനിഞ്ഞു നിന്ന് മിറ്റ പഠിക്കാനോ ഒരു പണി ചെയ്യാനോ ഒരു ജപമാലയുടെ ഒരു രഹസ്യം എനിക്ക് മുഴുവൻ ചെല്ലാൻ നടുവേദനയോട് പറ്റത്തില്ലാത്തൊരു വ്യക്തിയായിരുന്നു. അതിനുശേഷം ഞാനിപ്പോൾ വീട്ടിലെ പ്രാർത്ഥന ഒരു 3/4 മണിക്കൂറോളം മുട്ടയെ കുത്തി നിന്നാണ് ഞാനിപ്പോൾ ഒരു 2 വർഷത്തോളമായിട്ട് ചെയ്യുന്നത്. അതുപോലെ എനിക്ക് എത്ര കുനിഞ്ഞ് വേണേലും നിന്ന് ഇപ്പം മിറ്റ പഠിക്കുന്നതിനോ പണികളോ ചെയ്യാം. 1.5 മണിക്കൂറോളം 1000 ജപമണിമാല ഞങ്ങളുടെ കൂട്ടായ്മയുടെ അടിസ്ഥാനത്തിൽ പള്ളിയിലുണ്ടായിരുന്നു. അത് ഞാൻ 2 പ്രാവശ്യവും പോയി 1.5 മണിക്കൂറോളം നിന്ന് മുട്ടുകുത്തി നിന്ന് കൂടി. എനിക്ക് യാതൊരു നടുവേദനയും ഉണ്ടായിട്ടില്ല. പിന്നീട് എനിക്കുണ്ടായ ഒരു രോഗസൗഖ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ വലത് കൈയുടെ 2 വിരലിൻ്റെ ഇടയ്ക്ക് കണ്ടമാനം ഇങ്ങനെ തൊലി പോയി ചീഞ്ഞു വരുന്ന ഒരു അസ്വസ്ഥതയുണ്ടായിരുന്നു. അത് എനിക്ക് തന്നെ പലപ്പോഴും എൻ്റെ കൈ കാണുമ്പോൾ എനിക്ക് തന്നെ ഭക്ഷണം കഴിക്കാൻ പോലും ഒരറപ്പായിട്ടാണ് തോന്നിയത്. ഈ അലക്കൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും വെള്ളമെല്ലാം അവിടെ പറ്റി, സോപ്പും പറ്റി. ഞാനതിന് പ്രത്യേകിച്ച് മരുന്നൊന്നും കഴിച്ചൊന്നുമില്ല. ലോഷനും സോപ്പും ഒക്കെ മാറി മാറി ഉപയോഗിച്ച് നോക്കി, യാതൊരു പ്രയോജനവും ഇല്ലായിരുന്നു. അതും ഉടമ്പടി തൈലത്തിലൂടെ ഞാൻ ഈ രോഗസൗഖ്യങ്ങളൊന്നും നിയോഗത്തിൽ വെച്ച കാര്യങ്ങളല്ല. പിന്നീട് എനിക്ക് കിട്ടിയ രോഗസൗഖ്യം എന്ന് പറഞ്ഞാൽ കോവിഡ് വന്ന ശേഷം എനിക്ക് ഒരു 3 വർഷത്തോളമായിട്ട് അലർജി എന്നെ വല്ലാതെ ബാധിക്കുമായിരുന്നു. കണ്ണി ചൊറിച്ചിൽ, ചെവികടിയ, അതുപോലെ ഒത്തിരി സൈനസൈറ്റീസ്, ടോൺസിലിറ്റീസ്. ഒരു 3 വർഷമായിട്ട് ഞാൻ വളരെയേറെ കഷ്ടപ്പെട്ട് വളരെയേറെ ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയായിരുന്നു. ഒത്തിരി ആയുർവേദവും അലോപ്പതിയും എല്ലാം കഴിച്ചിട്ടും യാതൊരു പ്രയോജനം വരാതെ വരുമ്പോൾ എനിക്ക് ഈ അസ്വസ്ഥതകളെല്ലാം ഉണ്ടാകുമ്പോൾ വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം പുരട്ടിയാണ് എനിക്ക് ഈ രോഗസൗഖ്യം കിട്ടിയത്. പിന്നീട് എനിക്ക് കിട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരു കടബാധ്യതയാണ്. കടബാധ്യത എന്ന് പറഞ്ഞാൽ മോനെ വിദേശത്തേക്ക് വിടാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഒരു 23 ലക്ഷം രൂപ കടബാധ്യതയുണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് ലോൺ ഉണ്ടായിരുന്നു, ഗോൾഡ് ആയിട്ടുണ്ടായിരുന്നു, മറ്റു പല വ്യക്തികളുടെ നിന്ന് മേടിച്ച ഒരു കടബാധ്യതയായിരുന്നു. അത് ഞങ്ങൾക്ക് കൊടുക്കാനായിട്ട് മോനെ ജോലി നഷ്ടപ്പെട്ടവിടെ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ വന്നപ്പോൾ ഞങ്ങൾക്ക് മോനെ അങ്ങോട്ട് പൈസ അയച്ചു കൊടുക്കേണ്ട ഒരു സാഹചര്യം വന്നു. അപ്പം ഞങ്ങളുടെ കടബാധ്യത തീർന്നു പറഞ്ഞാൽ മാതാവിൻ്റെ വലിയൊരു മിറക്കിളാണ്. 10 പൈസ പോലും ഞങ്ങൾക്ക് ഒരാളുടെ നിന്ന് മേടിച്ച് വേറൊരു വ്യക്തിക്ക് കൊടുക്കേണ്ട ഒരു സാഹചര്യം വരാതെ ഞാൻ ഉടമ്പടി വസ്തുവായി ഉപ്പ് പറമ്പി വിതറി. ഞങ്ങളുടെ ഹൈ റേഞ്ചാണ്, അവിടെ ഏലം കൃഷി, കുരുമുളക് കൃഷികളാണ് അവിടുത്തെ മെയിൻ ആദായം. ആ ആദായത്തിൽ ഞങ്ങൾക്ക് മാതാവ് വളരെ അത്ഭുതകരമായിട്ട് ഞങ്ങൾക്ക് ഓരോ പ്രാവശ്യവും 3 ലക്ഷം 5 ലക്ഷം രൂപയൊക്കെ ഓരോ വ്യക്തികൾക്കും ഗോൾഡും എല്ലാം കൊടുക്കാനുള്ളതെല്ലാം ഞാൻ ആ ഉടമ്പടി വസ്തുക്കളിട്ട് പ്രാർത്ഥിച്ചപ്പോൾ അതിലൂടെ ഞങ്ങൾക്ക് നല്ല വിളവുകൾ കിട്ടി. വിളവിന് നല്ല വില കിട്ടി. അതാണ് ഏറ്റവും വലിയ അത്ഭുതം. 9 മാസം കൊണ്ട് ഞങ്ങൾക്ക് ആ കടം വീട്ടാൻ സാധിച്ചെന്നുള്ളതാണ്. ദൈവത്തിനും മാതാവിനും ഞാൻ 1000 നന്ദി പറയുന്നു. കാരണം വെച്ചാൽ 2024 കടുത്ത വേനലിൽ പോലും ഞങ്ങളുടെ പറമ്പിൽ നിന്ന് ഏലക്കായ എടുത്ത് കണ്ടപ്പം ഞങ്ങളുടെ പറമ്പിൽ പണിയാൻ വന്ന ചേച്ചിമാർ പോലും അതിശയിച്ചു പോയി. അവർ പോലും ചോദിച്ചു, ഈ കടുത്ത വേനൽ നിങ്ങളുടെ പറമ്പിൽ നിന്ന് ഇത്രയും കാ കിട്ടിയല്ലോ എന്ന്. അങ്ങനെയാണ് മാതാവ് ഞങ്ങളെ അതിലൂടെ സംരക്ഷിച്ചത്. അതിന് അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ 1000 നന്ദി പറയുന്നു. പിന്നീട് ഉണ്ടായ രോഗസൗഖ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് 1 വർഷത്തോളമായിട്ട് ഒരു ആവിയും പരവേശത്തിൻ്റെയും പ്രശ്നം ഉണ്ടായിരുന്നു. അന്നേരം ഞാനിവിടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ സ്വപ്നം കണ്ടു. അച്ഛൻ എൻ്റെ തൊണ്ടയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നു, എന്നോട് ചോദിക്കുന്നു, ഭയങ്കര ചൂടാലേ? ഞാൻ പറഞ്ഞു, അച്ഛാ എനിക്കിങ്ങനെ ഭയങ്കര ആവിയും ഉറക്കമില്ലായ്മയും വളരെ ഒരു അസ്വസ്ഥതയുണ്ടെന്ന്. അപ്പോൾ ഒരു ഡോക്ടർ ചോദിക്കുന്ന രീതിയിൽ അച്ഛൻ എന്നോട് ചോദിക്കുവാണ്, മോളെ ഇതിൻ്റെ ആരംഭം എന്നാ തുടങ്ങിയേ? അപ്പോൾ ഞാനിങ്ങനെ അച്ഛനോട് അതിനെക്കുറിച്ച് പറയുന്നു. ആ സ്വപ്നത്തിലൂടെ എനിക്ക് ആ രോഗസൗഖ്യം കുറഞ്ഞു കിട്ടി. പിന്നീട് ഇതേവരെ ഉണ്ടായിട്ടില്ല. പിന്നെ എനിക്ക് കിട്ടിയ ഒരു അത്ഭുതം എന്ന് പറയാൻ, ഡെയിലി ബ്രെഡിൽ ഞങ്ങൾക്ക് ഒരു ഉൽപ്പന്നം വിറ്റഴിച്ചിട്ട് വേണമായിരുന്നു, ഏലക്കായായിരുന്നു, അത് വിറ്റിട്ട് വേണമായിരുന്നു ഞങ്ങൾക്ക് വേറൊരാൾക്ക് കടം മേടിച്ച് പൈസ കൊടുക്കാൻ. അപ്പം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം വരുന്ന സമയത്ത് ഞങ്ങൾക്കത് വിൽക്കാൻ എന്ത് ചെയ്താൽ സാധിക്കുന്നില്ല. അപ്പോൾ രാവിലത്തെ ഡെയിലി ബ്രെഡിൽ ഞാനിത് അലമാരിയിൽ ഇതിൻ്റെ ഒരു ചെറിയ പാക്കറ്റ് എടുത്ത് ഞാൻ അച്ഛന് നമ്മളോട് പറയുകയല്ലേ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം എടുത്ത് പ്രാർത്ഥിക്കാൻ. ആ സമയത്ത് ഞാനിതെടുത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചേച്ച് ഞാനിത് അലമാരിയിലോട്ട് തിരിച്ചു കൊണ്ട് വെക്കാൻ തുടങ്ങിയപ്പം ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറയുകയാണ്, എന്തോ ഒരു ഉൽപ്പന്നം വിറ്റഴിക്കാനായിട്ട് ബുദ്ധിമുട്ടുന്നവരെ കാണിക്കുന്നുണ്ട്, അത് ഒരുപക്ഷെ വിറ്റിട്ടായിരിക്കാം അവരുടെ കടബാധ്യത തീർക്കുന്നത്. 2 ദിവസത്തിനുള്ളിൽ ഞങ്ങൾ ആഗ്രഹിച്ചു കൂടുതൽ വിലയ്ക്ക് ഞങ്ങളുടെ ആ ഉൽപ്പന്നം വിറ്റഴിക്കാൻ സാധിച്ചെന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ അനുഗ്രഹം. അതുപോലെ 2024 കടുത്ത വേനലിൽ ഞങ്ങളുടെ കുഴക്കണ്ടിലെ വെള്ളം താന്നുപോയി. അപ്പോൾ എല്ലാവരും പറഞ്ഞു മോട്ടറിൻ്റെ കംപ്ലയിൻ്റ് ആയിരിക്കും എന്ന് എടുത്ത് നോക്കിയപ്പോൾ മോട്ടറിൻ്റെ കംപ്ലയിൻ്റ് അല്ല, അപ്പോൾ വേറെ മോട്ടർ ഇടണമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും പറഞ്ഞു മോട്ടർ ഇട്ടാൽ നിങ്ങൾക്ക് വെള്ളം കിട്ടത്തില്ല, കാരണം ഞങ്ങൾക്ക് ഒരു ദിവസം അടിച്ചാൽ തീരെയില്ലാത്ത പോലെ വെള്ളം ഞങ്ങൾക്ക് കുഴക്കണ്ടി കിട്ടുന്നുണ്ട്. ഞങ്ങൾ 2020 കുഴലടിച്ചതാണ്. ആ സമയത്ത് ഞങ്ങൾക്ക് ഉപ്പിട്ട് ഞാൻ പ്രാർത്ഥിച്ച് ഞങ്ങൾക്ക് കിട്ടിയതുമാണ്. ഞാൻ അവിടെ കൊണ്ട് മോട്ടർ പൊക്കിയ സമയത്ത് ഞാൻ വിശുദ്ധ വസ്തുക്കളായ വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പ്, തേന്, തൈലം എല്ലാം കുഴക്കണ്ടിലോട്ട് ഇട്ടു.
അവിടെ മാതാവിൻ്റെ കാശ് രൂപം കൊണ്ട് കുഴിച്ചിട്ടു. അപ്പം മോട്ടർ പൊക്കാൻ വന്നവരെല്ലാം പറഞ്ഞു, നിങ്ങൾ 1,00,000 രൂപ മുടക്കി മോട്ടർ ഇട്ടാൽ നിങ്ങൾക്ക് യാതൊരു പ്രയോജനവും ഉണ്ടാകുകയില്ല, നിങ്ങളുടെ വീട്ടാവശ്യത്തിന് മാത്രമേ വെള്ളം കിട്ടുകയുള്ളൂ എന്ന്. ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞു, എൻ്റെ അമ്മ മാതാവേ, നീ തന്ന വെള്ളമാണെങ്കിൽ നീ തന്നെ ഞങ്ങൾക്ക് തിരിച്ചു തരണമെന്ന് പറഞ്ഞ് ഞാൻ ഒരു കൈ ഉപ്പ് വാരി ഞാൻ ആ വെള്ളത്തിലോട്ടിട്ടു. ആ വെള്ളത്തിലോട്ടിട്ടപ്പോൾ ഞാൻ വലിയൊരു 5 കിലോ ഭാരമുള്ള ഒരു വസ്തു ചെന്ന് വെള്ളത്തിലോട്ട് വീഴുന്ന ഒരു സൗണ്ടാണ് എനിക്ക് അന്നേരം ബ്ലും എന്നുള്ളൊരു സൗണ്ടാണ് വെള്ളത്തിൽ നിന്ന് കേൾക്കാൻ സാധിച്ചത്. ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, മാതാവ് നമുക്ക് വെള്ളം തരും, വെള്ളത്തിൻ്റെ വാട്ടർ ലെവൽ തന്നിട്ടേ പോകത്തുള്ളൂ. ഞാനും അന്നേരം ഉടമ്പടിയിലായിരുന്നേലും എനിക്ക് ഇച്ചിരി വിഷമം ഉണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ മാതാവിനോട് വിഷമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ചെവിയിൽ ഇങ്ങനെ മാതാവ് പറയണം, നീ ഉടമ്പടിയിലല്ലേ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ. അപ്പോൾ എനിക്ക് നല്ല ആത്മധൈര്യമായി. അതുപോലെ എനിക്ക് മാതാവിൻ്റെ ഒരു സംരക്ഷണം കിട്ടിയെന്ന് പറയാൻ ഞാൻ പറമ്പിൽ ഇങ്ങനെ പോയി നിന്ന് കാപ്പിക്കുരു പറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറമ്പിലോട്ട് ഇറങ്ങി പോകുമ്പോഴും എൻ്റെ കൊന്തയിൽ എൻ്റെ ലോക്കറ്റും ഉണ്ട്, അതുകൊണ്ട് മാത്രമേ ഞാൻ പോകാറുള്ളൂ. ഉപ്പ് ഞാൻ കയ്യിലെടുക്കും പറമ്പിൽ പോകുമ്പോൾ. അപ്പോൾ പറമ്പിൽ ഇങ്ങനെ പന്നിയെല്ലാം വന്ന് ഇളക്കിയിട്ടേക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. ഞാൻ കാപ്പിക്കുരു അവിടെ പറിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിങ്ങനെ എന്നോട് പറയുകയാണ്, താഴോട്ടൊന്നിറങ്ങി നോക്കാൻ. ഞാൻ കുറേ നേരം ഇങ്ങനെ ആലോചിച്ചു, എന്ത് നോക്കാൻ, ഇപ്പോൾ പന്നി വന്ന് ഇളക്കിയിട്ട് പോയാൽ പോട്ടെ, ഇനിയിപ്പോൾ എന്താ നോക്കാനിരിക്കുന്നത്. വീണ്ടും എന്നെ ശല്യപ്പെടുത്തുവാണ്, അവിടെ നിന്ന് താഴോട്ടൊന്ന് നോക്കാം. ഞാനൊരു 10 അടി താഴോട്ട് ഇറങ്ങി നോക്കിയപ്പോൾ ഒരു ചെറിയ കട്ടിങ്ങാണ്, അവിടെ ഒരു വലിയ മരം നിൽപ്പുണ്ട്, അതിന് തായ്വേരെല്ലാം പോയി നിൽക്കുന്ന മരമാണ്. ഞാൻ ഈ ഇടത് കൈ കൊണ്ട് ആ മരത്തെ പിടിച്ച് താഴോട്ട് ഇങ്ങനെ എത്തി നോക്കിയിട്ട് ഞാൻ തന്നെ എന്നോട് പറഞ്ഞു, ഇവിടെ പ്രശ്നമൊന്നുമില്ല, പിന്നെ എന്നാ. അപ്പോഴാണ് ഞാൻ നോക്കുന്നത്, ഈ മരം ആടുകയാണ്. ഞാൻ കൈ വിട്ടു, ഈ മരം വന്ന് വീണത് ഞാൻ നിന്ന ആ കാപ്പിയുടെ ചുവട്ടിൽ ആ കാപ്പിക്കുരു, ഒരു ബക്കറ്റ് കാപ്പിക്കുരു ഇരുന്നതിലോട്ട് ഈ മരം വന്നങ്ങ് വീണു. അതിൻ്റെ അറ്റം മാത്രം ഞാൻ വീട്ടിലെടുത്തുകൊണ്ട് വന്നപ്പോൾ എല്ലാവരും കണ്ടിട്ട് പറഞ്ഞു, ഇത് തന്നെ ധാരാളം എൻ്റെ ജീവൻ പോകാനെന്ന്. മാതാവ് എന്നെ അവിടെ നിർത്തുകയല്ല, എന്ത് ചെയ്താ, നീ താഴോട്ടിറങ്ങി നോക്കുന്ന എന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തുക. അപ്പം ഞാൻ ഓർത്തുന്ന വീട്ടിലോട്ട് കയറി പോകുമ്പോൾ നോക്കാമെന്ന് ഓർത്തിരുന്നിട്ട് സമ്മതിക്കുകയില്ല. അപ്പോഴാണ് എനിക്ക് മാതാവിൻ്റെ സംരക്ഷണം. പിറ്റേ ദിവസം ആ മരം അവിടെ കിടക്കുന്നു, ബക്കറ്റെല്ലാം മറിഞ്ഞ് കാപ്പിക്കുരു എല്ലാം മറിഞ്ഞു പോയി. ഞാൻ മാതാവിന് നന്ദി പറഞ്ഞ് കാപ്പിക്കുരുവും പിറകെ വീട്ടിൽ കയറി വന്നു. അപ്പോൾ എൻ്റെ മദറിൽ എന്നോട് ചോദിച്ചു, സീനി എന്നാ ഇത്രയും താമസിച്ചു. അപ്പം ഞാൻ ഈ മരം കാണിച്ച് ഇതുകൊണ്ടോ ഇതിൻ്റെ അറ്റ ഭാഗമെന്ന്. എല്ലാവർക്കും ഭയങ്കര അതിശയമായിപ്പോയി. പിറ്റേ ദിവസം ഞാൻ ചെല്ലുമ്പോൾ ആ മരം അവിടെ കിടക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് എനിക്കൊന്ന് ചുമ്മാ മനസ്സിലിങ്ങനെ തോന്നിക്കുകയാണ്, അതിൻ്റെ മരത്തിൻ്റെ ഈ പോള കാലും കൊണ്ടൊന്ന് തൊഴിച്ച് നോക്കാം. ഞാൻ ചുമ്മാ അതങ്ങ് തൊഴിച്ച് നോക്കിയപ്പം അതിൻ്റെ അകത്ത് ഒരു വെള്ളിക്കെട്ടം പാമ്പിരിക്കുകയാണ്. അതും ഞാൻ ആ നിൽക്കുന്ന കാപ്പിയുടെ ചുവട്ടിൽ തന്നെയാണ് ഈ തടി കിടക്കുന്നത്. ഞാൻ ആ പാമ്പിനെ ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ഞാനൊരു പാമ്പിനെ തല്ലിക്കൊല്ലുന്നത്. അങ്ങനെ മാതാവിൻ്റെ വലിയൊരു സംരക്ഷണം കിട്ടി. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, മാതാവിൻ്റെ ഒരുപാട് സംരക്ഷണങ്ങൾ ഞങ്ങളുടെ കുടുംബത്ത് എന്നും അസുഖങ്ങളും രോഗങ്ങളുമായിരുന്നു. ഈ 2.25 വർഷത്തിനിടയ്ക്ക് ഞങ്ങൾക്ക് ഒരാശുപത്രിയിൽ അഡ്മിറ്റ് ആകേണ്ട കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് എൻ്റെ ജീവിതത്തിൽ അമ്മയും ഈശോയും തിരുക്കുമാരിലൂടെ മേടിച്ചു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറയുകയാണ്. ഇതുകൂടാതെ എനിക്കിപ്പോൾ എന്ന് പറഞ്ഞാൽ ഈശോയോടും അമ്മയോടും ഒരുപാട് സ്നേഹമായി. ഞാൻ നേരത്തെ എന്ന് പറഞ്ഞാൽ മാതാവിനോട് പ്രാർത്ഥിക്കും, ജപമാല ചെല്ലും. ഈശോയോട് ഞാൻ അങ്ങനെ ഒത്തിരി അറ്റാച്ച്മെൻറ്റ് ഇല്ലായിരുന്നു. ഇപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റാൽ ഈശോയ്ക്ക് ഗുഡ് മോർണിംഗ് പറയും, അമ്മയ്ക്ക് ഗുഡ് മോർണിംഗ് പറയും, വൈകിട്ട് ഞാൻ ഗുഡ് നൈറ്റ് പറയും. എന്ത് കാര്യം ഞാൻ ചെയ്യുമ്പോഴും ഈശോയോടും അമ്മയോടും പറയും, ഞാൻ പള്ളിയിൽ പോയാലും അമ്മേ ഞാൻ പോവാ, ഈശോയെ ഞാൻ പോവാ, ഞാനിവിടെ വന്നു കേട്ടോ, എൻ്റെ കൂടെ വരണം. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പള്ളിയിൽ ചെന്നാലും ഞാൻ പറയും, അമ്മേ ഈശോയെ ഞാൻ വന്നു കേട്ടോ, എൻ്റെ കൂടെ വരണം. എന്ത് കാര്യത്തിന് ഞാൻ പോയാലും എവിടെ പോയാലും ഞാൻ ഈശോയും അമ്മയോടും പറഞ്ഞിട്ടേ പോകാറുള്ളൂ. അത് എൻ്റെ ജീവിതത്തിലെ ഒരു മറക്കാത്ത അനുഭവങ്ങളാണ് എനിക്ക് ഉടമ്പടിയിലൂടെ കിട്ടിയത്. അതുപോലെ വചനത്തിലൂടെ എന്നോട് ഒരുപാട് പ്രാവശ്യങ്ങൾ ഞാൻ വിഷമിച്ച് വചനം എടുക്കുമ്പോഴെല്ലാം എനിക്ക് ഒരുപാട് വചനങ്ങൾ കിട്ടിയിട്ടുണ്ട്. ആ വചനങ്ങളാണ് എന്നെ ഏറ്റവും ധൈര്യപ്പെടുത്തിയത്. ഇപ്പോൾ എനിക്കതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നാലും എനിക്ക് യാതൊരു പ്രശ്നങ്ങളുമില്ല. കാരണം അമ്മ ഈശോയിൽ നിന്ന് എനിക്ക് എല്ലാം മേടിച്ചു തരുന്നുള്ള നല്ല ബോധ്യമുണ്ട്. കാരണം ഉടമ്പടിയിൽ എനിക്ക് ഒത്തിരി ക്രൈസിസ് വന്നു. ആ ക്രൈസിസിലൊക്കെ ആദ്യമൊക്കെ ഞാൻ ഇച്ചിരി തളർന്നു. പക്ഷേ ബഹുമാനപ്പെട്ട ജോസഫച്ചൻ എപ്പോഴും പറയും, മക്കളെ നിങ്ങളുടെ നിയോഗങ്ങളല്ല പ്രാധാന്യം, അത് നിങ്ങൾ അമ്മയ്ക്ക് വിട്ടുകൊടുക്കുക. ആ നിയോഗങ്ങൾ നിങ്ങൾ അമ്മയ്ക്ക് വിട്ടുകൊടുത്തിട്ട് എപ്പം നിങ്ങൾ ഉടമ്പടിയിലേക്ക് വരുന്നോ അന്നേ നിങ്ങളുടെ നിയോഗങ്ങൾ നടക്കുകയുള്ളൂ. അല്ലാതെ നിങ്ങളുടെ നിയോഗങ്ങളും കൈ പിടിച്ചുകൊണ്ട് നടന്നാൽ നിങ്ങൾ നിബന്ധനകൾക്ക് പ്രാധാന്യം കൊടുക്കാൻ എന്നെ അത് ബോധ്യപ്പെടുത്തി. ഞാൻ കാന്യപ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും കൂടുതലായിട്ട് ചെയ്തു. ഇപ്പോൾ എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. മോൻ്റെ ജോലിയുടെ കാര്യങ്ങളിൽ, വിസയുടെ കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ എന്നാലും ഞാൻ അതനുസരിച്ച് ഞാൻ കാരുണ്യപ്രവൃത്തികൾ കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഞാൻ എല്ലാ മാസവും കാരുണ്യപ്രവൃത്തികൾ ചെയ്യാനായിട്ട് ചിലപ്പോൾ എല്ലാ ആഴ്ചകളിലും പോവും, ചിലപ്പം ഒരാഴ്ച അല്ലെ മാസത്തിൽ ഒന്ന്. അതുപോലെ പത്രം എല്ലാ മാസവും ഇവിടുന്ന് ആരെക്കൊണ്ടെങ്കിലും മേടിപ്പിച്ച് ഈ 2.25 വർഷമായി ഞാൻ ഉടമ്പടി എടുത്തിട്ട്. ഈ 2.25 വർഷത്തിനിടയ്ക്ക് ഞാൻ ഒരു മാസം മാത്രമേ പത്രം എനിക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കാതെ വന്നിട്ടുള്ളൂ. ബാക്കി എല്ലാ മാസങ്ങളിലും ഞാൻ പത്രം ഒന്നെങ്കിൽ ഞാൻ ഇവിടെ വരുമ്പം 3 കെട്ട് പത്രം തരുന്നു കൊടുത്ത് 2 കെട്ടും 3 കെട്ടും എക്സ്ട്രാ മേടിച്ച്, തമിഴ് പാക്കറ്റാണെങ്കിൽ തമിഴ് പാക്കറ്റ് മേടിച്ച് തമിഴ് മേഖലകളിൽ കൂടി എല്ലാം കൊണ്ടുപോകും. അതും പ്രാർത്ഥിച്ചൊരുങ്ങി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചൊരുങ്ങിയേ കൊണ്ട് കൊടുക്കാറുള്ളൂ. എല്ലാവരോടും കൃപാസനത്തെക്കുറിച്ച് പറയും. പത്രമാണെങ്കിലും ഞാൻ അലക്ഷ്യമായിട്ട് ആർക്കും
കൊടുക്കാറില്ല. പത്രം കൊടുക്കുമ്പോഴേ ഞാൻ ചോദിക്കും, നിങ്ങൾ കൃപാസനത്തെക്കുറിച്ച് അറിയാവോ, പത്രം വായിക്കുമോ, ഈ മാസത്തെ കിട്ടിയതാണെങ്കിൽ ഞാൻ അവർക്ക് ഒരിക്കലും കൊടുക്കത്തില്ല. കിട്ടിയതല്ല എന്ന് പറയുകയാണെങ്കിൽ ഞാൻ അവരിൽ നിന്ന് തിരിച്ച് മേടിക്കും, അടുത്തയാക്കി ഞാൻ കൊടുക്കും. അതുപോലെ ഞാൻ അവരോട് ഇതിനെക്കുറിച്ചും ഉടമ്പടിയെക്കുറിച്ചും ഓൺലൈൻ ഉടമ്പടിയെക്കുറിച്ച്, തീർത്ഥാടന ഉടമ്പടിയെക്കുറിച്ച്, ലൈറ്റ് ക്യാൻഡിൽ പ്രയർ ക്വസ്റ്റിനെക്കുറിച്ച്, ഡെയിലി ബ്രെഡ്, ധ്യാനം, സാക്ഷ്യം എല്ലാം ഞാൻ എല്ലാവരും പറഞ്ഞു കൊടുക്കും. അവർക്കൊക്കെ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും. ഓരോ ദിവസവും ഞാൻ പത്രം കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ട് വന്ന് ഞാൻ ജപമാല ചെല്ലും. അവരുടെയൊക്കെ വിശുദ്ധ വസ്തുക്കളൊക്കെ കൊണ്ട് കൊടുക്കും. അങ്ങനെ ഞാൻ എൻ്റെ കാരുണ്യപ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും നന്നായി ചെയ്യുന്നുണ്ട്. ഹോസ്പിറ്റലുകളിൽ പോവും, അനാഥാലയങ്ങളിൽ പോവും, പൊതിച്ചോറ് കൊണ്ടുപോകും. വഴിയിലിരിക്കുന്നവർക്കും പാവപ്പെട്ടവർക്കും ഒക്കെ സാമ്പത്തികമായ രീതിയിലും പൊതിച്ചോറായിട്ടും പിന്നെ അനാഥാലയങ്ങളിൽ പോയി അവർക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങൾ എന്താണോ അത് ഞാൻ മേടിച്ചു കൊടുക്കും. ഞങ്ങൾ നേരത്തെ പലരും കൂടിയും ചോദിക്കും എന്താ വേണ്ടതെന്ന്. അപ്പോൾ ചിലപ്പോൾ സിസ്റ്റേഴ്സ് പറയും അവർക്ക് കമ്പിളിയാണ് വേണ്ടേ. അപ്പോൾ ഞങ്ങൾ പലരും കൂടി കമ്പിളി മേടിച്ചു കൊടുക്കും, ഡ്രസ്സ് മേടിച്ചു കൊടുക്കും. സാമ്പത്തികമാണെങ്കിൽ അങ്ങനെ പ്രായമായ രോഗികളായി കിടക്കുന്ന വീടുകളിലൊക്കെ പോവും. അവർക്ക് തൈലം തൊട്ടി പ്രാർത്ഥിക്കും. അവർക്കും വേണ്ട സാമ്പത്തികമാണെങ്കിൽ അങ്ങനെ ചെയ്യും. അവർക്ക് ഭക്ഷണ സാധനങ്ങളാണെങ്കിൽ അങ്ങനെ പ്രായമായി കിടക്കുന്നവർക്കൊക്കെ ഒരു ഡൈഫ്രമൊക്കെ മേടിക്കാൻ പോലും ബുദ്ധിമുട്ടുന്നവർ കാണും. അവർക്ക് ചിലപ്പം ഡൈഫ്രങ്ങളായിട്ടും ഓട്സായിട്ടും ഭക്ഷണ സാധനങ്ങളായിട്ടും ഒക്കെ മേടിക്കും. പിന്നെ അനാഥാലയങ്ങളിൽ പോയി പ്രായമായന്മാരുള്ളവരടുത്ത് അവരുമായിട്ട് ചിലവഴിച്ച് അവരുമായിട്ട് അവരുടെ കയ്യിലൊക്കെ ഒന്ന് പിടിച്ച് വർത്താനമൊക്കെ പറഞ്ഞ് അവർക്കും വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുത്ത് കാശ് രൂപമൊക്കെ കൊണ്ട് കൊടുക്കും. അതൊക്കെ അവർക്ക് വലിയൊരു സന്തോഷമാണ്. അതുപോലെ ഒത്തിരി പേരെ ഞാൻ ഉടമ്പടിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. കുറേ പേരൊക്കെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. പിന്നെ ഡെയിലി ബ്രെഡ് ഞാൻ എല്ലാ ദിവസവും അയച്ചു കൊടുക്കുമ്പോൾ ഒരുപാട് പേര് എന്നോട് പറഞ്ഞു ഇതുപോലെ അനുഗ്രഹമുള്ള ഒരു പ്രാർത്ഥനയില്ല ചേച്ചി, ആ പ്രാർത്ഥന ഇടാൻ ഞങ്ങൾ നോക്കിയിരിക്കുവാന്നുള്ളത്. ഒത്തിരി പേര് ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് രാവിലെ നോക്കിയിരിക്കുന്നവരുണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ കാരുണ്യപ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും എല്ലാം നന്നായി ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് ജോസഫച്ചനെ 6 വർഷം സ്വപ്നം കാണാനുള്ള ഭാഗ്യം കിട്ടി. ഒരു പ്രാവശ്യം ഞാൻ ആ മോൻ്റെ ജോലി നഷ്ടപ്പെട്ട സമയത്താണ്. അപ്പം അച്ഛൻ എന്നോട് ചോദിക്കുന്നു, എന്തിനാ മോളെ എൻ്റെ താടിക്കിട്ട് ഒരു തട്ട് തന്നിട്ട് ചോദിക്കുക, എന്തിനാ മോളെ നീ വിഷമിക്കുന്നത്, അവന് ജോലി കിട്ടുകയല്ലേ. പിന്നെ ഇവിടെ വന്ന് അച്ഛൻ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നു. പിന്നെ അച്ഛന് പണ്ടൊരു പ്രാവശ്യം പറഞ്ഞു, ഒരു ധ്യാനത്തിൽ പറഞ്ഞു, അച്ഛൻ ഇവിടെ ഇരുന്ന് അച്ഛൻ്റെ പഴയ ഒരു ഇടവകയിലിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഒരമ്മ വന്ന് അച്ഛൻ്റെ അടുത്ത് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ആ അമ്മയ്ക്ക് വയ്യെന്ന് അച്ഛനോട് വന്ന് അവിടുത്തെ ഇടവക്കാർ പറഞ്ഞു. ഞാൻ പിറ്റേ ദിവസം സ്വപ്നം കാണുകയാണ്, ഞാൻ അച്ഛൻ്റെ അടുത്ത് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു. അച്ഛൻ നല്ല തൂവെള്ള വസ്ത്രമാണ് ഇട്ടേക്കുന്നത്, നല്ല കറുത്ത കണ്ണട ധരിച്ചേക്കുന്നു. അങ്ങനെ ഞാൻ കാണുകയാണ്. പിന്നെ എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു, ഞാൻ എപ്പോഴും മാതാവിനോട് പറയുന്നത് ഞങ്ങളുടെ ഇടവയിൽ ജോസഫച്ചനൊന്നും വന്നിരുന്നില്ല. അതിന് അമ്മ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നു. ഞാനൊരു ദിവസം സ്വപ്നം കാണുകയാണ്, അച്ഛന് ഈശോയെ ഞങ്ങളുടെ വീടുകളിൽ പിന്നെ പ്രായമായ രോഗികളെയും കാണാൻ വേണ്ടിയിട്ട് തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതെന്ന് പറഞ്ഞ് അച്ഛൻ പെട്ടെന്ന് വരുന്നു. അപ്പം വീട്ടിൽ വന്നപ്പോൾ അമ്മയില്ല, അമ്മ ആശുപത്രിയിൽ പോയേക്കുമെന്ന് ഞാൻ അച്ഛനോട് പറയുന്നു. അച്ഛൻ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു പോകുന്നു. അങ്ങനെ അച്ഛനെ 6 പ്രാവശ്യം സ്വപ്നം കാണാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. മാതാവിനെ 3 പ്രാവശ്യം സ്വപ്നം കണ്ടു. പിന്നെ ഉടമ്പടി തിരിയിൽ എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മാതാവ്, കാശുരൂപം, കുരിശ്, ഹാർട്ട്, പ്രാവ്, പിന്നെ മാതാവിൻ്റെ കിരീടം, അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ മഴവിൽ എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ മാതാവ് എനിക്ക് ഒത്തിരി മാതാവിൻ്റെ സാന്നിധ്യമായിട്ടും സുഗന്ധാഭിഷേകമായിട്ടും വചനത്തിലൂടെയും ഈശോനോട് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. എപ്പോഴെന്ത് വിഷമസന്ധി ഉണ്ടായാലും ഞാൻ വചനം എടുക്കുമ്പോൾ അതിന് തക്കതായ വചനങ്ങളാണ് എനിക്ക് എപ്പോഴും ഈശോ എന്നിലൂടെ സംസാരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ എൻ്റെ ആത്മീയ ജീവിതത്തിലും എൻ്റെ എല്ലാ ഉടമ്പടി ജീവിതത്തിലും ഞാൻ ഇപ്പോഴും മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇനിയും ഞാൻ മുന്നോട്ട് നിത്യതയെ ലക്ഷ്യമാക്കിയാണ് എൻ്റെ ഉടമ്പടി ജീവിതം. ആത്മീയ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ കുർബാന ദിവ്യബലിയിൽ എല്ലാ ദിവസവും പങ്കുകൊള്ളും. ഞാൻ നേരത്തെ ദിവ്യബലിയിൽ എല്ലാ ദിവസവും പോകുന്ന വ്യക്തിയല്ലായിരുന്നു. കാരണം 1 കിലോമീറ്റർ നടന്നു പോകണം, മഴയാണ്, തണുപ്പാണ്, പിള്ളേരെ സ്കൂളിൽ വിടണം. ആ കാരണമൊക്കെ പറഞ്ഞ് ശനി ഞായറും അവധി കിട്ടുന്ന ദിവസങ്ങളിൽ പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. ഞാനിപ്പം എല്ലാ ദിവസവും ഒരു ദിവസം പോലും ആകെ മുടങ്ങുന്ന ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ കൃപാസനത്തിലേക്ക് വരുന്ന ഒരു ദിവസം മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ ദിവസവും വിശുദ്ധ ബലിയിൽ പങ്കുകൊള്ളുന്നുണ്ട്. 2 ആഴ്ച കൂടുമുള്ള കുമ്പസാരം ഒരിക്കലും മുടക്കാറില്ല. ബൈബിൾ വായന അരമണിക്കൂർ എന്നുള്ള കൂടി 3/4 മണിക്കൂർ, 1 മണിക്കൂർ, 1.5 മണിക്കൂറൊക്കെ ഇരുന്ന് ഞാൻ വായിക്കും. അതുപോലെ കാരുണ്യപ്രവർത്തനം പ്രേക്ഷിത പ്രവർത്തനം നന്നായി ചെയ്യുന്നുണ്ട്. ഡെയിലി ബ്രെഡ് കൂടുന്നുണ്ട്, സാക്ഷ്യം കേൾക്കുന്നുണ്ട്, അതെല്ലാവർക്കും ഷെയർ ചെയ്യും. ധ്യാനം എല്ലാ ചൊവ്വാഴ്ചയും തന്നെ മുടങ്ങാതെ കൂടും, അതെല്ലാവർക്കും ഷെയർ ചെയ്യാറുണ്ട്. അങ്ങനെ എൻ്റെ ആത്മീയ ജീവിതത്തിൽ എല്ലാ മാറ്റങ്ങളും ഉടമ്പടിയിലൂടെ വന്നു. നിത്യതയെ ലക്ഷ്യമാക്കി മുന്നോട്ട് ജീവിക്കണമെന്നുള്ളതാണ് എൻ്റെ ഇന്നത്തെ ജീവിതം. എനിക്കും എൻ്റെ കുടുംബത്തിനും അമ്മ ഈശോയിൽ നിന്ന് മേടിച്ചു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. എനിക്കിനിയും എൻ്റെ മോനെയും കൊണ്ട് ഇവിടെ വന്ന് ഞാൻ തീർച്ചയായിട്ടും വന്ന് സാക്ഷ്യം പറയുന്നതാണ്. താമസം വന്നാൽ ഞാൻ വന്ന് സാക്ഷ്യപ്പെടും. അമ്മയെ ഞാൻ മഹത്വപ്പെടുത്തും. എനിക്കും എൻ്റെ കുടുംബത്തിനും ഈശോയും അമ്മയും കനിഞ്ഞു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ ഈശോയ്ക്കും അമ്മയ്ക്കും ഒരിക്കൽ കൂടി നന്ദി